കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കോട്ടയം കിടങ്ങൂർ സ്വദേശിനി ലക്ഷ്മി രാധാകൃഷ്ണനെ ഇന്നലെയാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, ഇപ്പോൾ ഈ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളുടെ മരണം അല്ലെങ്കിൽ ആത്മഹത്യാശ്രമങ്ങളൊക്കെ തുടരെ വാർത്തയായി വരുന്നുണ്ട്. നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടു, കാസർഗോഡ് അങ്ങനത്തെ ഒരു ആത്മഹത്യാശ്രമം കണ്ടു. ഇതിപ്പോൾ കോഴിക്കോടാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ കുടുംബം ഈ പരാതിയുമായി രംഗത്തെത്താനുള്ള കാരണം എന്താണ്? പ്രജിൻ, ഈ വിഷയത്തിൽ ഇതുവരെ ഒരു കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് പോലീസിനോ കുടുംബാംഗങ്ങൾക്കോ വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് ഈ വിദ്യാർത്ഥിയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇന്നലെ ഈ വിദ്യാർത്ഥി കോളേജിൽ പോയിട്ടുണ്ടായിരുന്നില്ല, പനിയാണ് എന്നായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോട്ടയത്തിലുള്ള തൻ്റെ വീട്ടിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥി ഹോസ്റ്റലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി ഈ കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കോളേജിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾ കോട്ടയത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായിട്ടും ഈ കുട്ടി എഴുതിയിട്ടുള്ളത് തൻ്റെ മരണത്തിന് ആരും തന്നെ ഉത്തരവാദിയല്ല, താൻ സ്വയം തെരഞ്ഞെടുത്തതാണ് ഈ മരണം എന്നുള്ളൊരു കാര്യമാണ് ഈ കുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് അത്തരമൊരു കാരണം എഴുതി വെച്ച് ഈ കുട്ടി യാതൊരുവിധ മറ്റു കാരണങ്ങളും ഇല്ല എന്ന് കുടുംബവും അതുപോലെ തന്നെ സുഹൃത്തുക്കളും പറയുന്ന ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സംശയാസ്പദമായി നിലനിൽക്കുന്നത്. അത് ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംശയവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഇന്ന് ലക്ഷ്മിയുടെ ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് പ്രധാനമായിട്ടും ഈ കുടുംബം ഉന്നയിക്കുന്നത്. കാരണം ഇന്ന് അതായത് ഈ ലക്ഷ്മിയുടെ സുഹൃത്തുക്കളുടെ മൊഴിയൊക്കെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും ചില വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമോ അല്ലെങ്കിൽ ഒരു അന്തിമ കൺക്ലൂഷനിലോ പോലീസും ബന്ധുക്കളും എത്തിയിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രജിൻ, ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.